എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ആൽക്കഹോൾ ഒന്നും ചേർക്കാത്ത ഒരു പ്ലം കേക്ക് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് കുറച്ച് കാരമൽ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടായ പാനിൽ 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. അതൊന്നിങ്ങനെ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. അരികത്തേക്ക് ഒന്നിങ്ങനെ ഉള്ളിൽ നടുക്കിൽ എടുക്കുക കേട്ടോ. അങ്ങനെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ. ഇപ്പോൾ ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി. അത് പോരാ, കുറച്ചും കൂടെ ആവണം. അപ്പോൾ എൻ്റെ പാത്രം നല്ല കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് നല്ല ചൂടാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കുക കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ ഒന്നിങ്ങനെ പതഞ്ഞ് വരുന്ന ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ അതായി എന്നർത്ഥം. ഇതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും കേട്ടോ. അപ്പോൾ വേഗം വെള്ളം ഒഴിക്കണം. 1/3 കപ്പ് വെള്ളം തന്നെ ഞാൻ ഒഴിക്കുന്നത്. ഒന്നിച്ചൊഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിക്കണം കേട്ടോ. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിലേക്ക് ആവി എടുക്കും. അതാണ് കുറച്ചായിട്ട് ഒഴിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് തിളക്കണം. തിളച്ച് വരുന്നവരെ ഒന്ന് കത്തിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കളർ കിട്ടണം കേട്ടോ. ഒരു പെപ്സിൻ്റെ കോലൻ്റെ ഒക്കെ കളറാണ്. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫാക്കിയിട്ട് ഇത് മാറ്റിയേക്കാം. ഇനി വേണ്ടത് കുറച്ച് ഈത്തപ്പഴമാണ്. ഒരു 7-8 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. അതേപോലെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സാണിത്. ഞാൻ അരക്കപ്പിൽ അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 75 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ്. അതിട്ടിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ മുറിച്ച് വെച്ച ഈത്തപ്പഴം ഒന്ന് ചേർത്തിട്ട് ഒന്ന് വഴറ്റാം. ഒന്ന് സോഫ്റ്റ് ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതും ഇട്ട് കൊടുക്കാം, ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ കേക്കിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ താന്നു പോവില്ല. മറ്റേത് ഈ ആൽക്കഹോളിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ കിസ്മിസും ആ കറുത്ത മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വരില്ല. ഇങ്ങനെ നല്ല ആയി കഴിയുമ്പോൾ ഇങ്ങനെ ബബിള് പോലെ ആയി വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തിട്ട് മാറ്റിയേക്കാം. ഇനി നമുക്ക് 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വിസ്ക് എടുത്തിട്ട് അടിച്ചാൽ മതി. അപ്പോൾ ആ 2 മുട്ടയിൽ കുറച്ച് വാനില എസൻസ് ഒഴിക്കുക. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. അപ്പോൾ പൊടിച്ച പഞ്ചസാരയല്ല. അപ്പോൾ ഈ പഞ്ചസാര അലിയണ വരെ ഒന്ന് ബീറ്റർ കൊണ്ട് ഇങ്ങനെ വിസ്ക് കൊണ്ടൊന്ന് അടിച്ചാൽ മതി. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞു അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ബട്ടറിൽ വഴറ്റി വെച്ച ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് പൊടികൾ ചേർക്കണം. ആദ്യം ജാതിക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ ഇടാം. അത് ജാതിക്ക ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചതാണ്, സിനമൺ പൗഡറും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഇത് കേക്ക് ടീൻ 6 ഇഞ്ചിൻ്റെ ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ തേച്ചിട്ടുണ്ട്. പിന്നെ ആ പേപ്പറും കൂടെ അതിൽ സെറ്റാക്കിയിട്ട് മാറ്റിയേക്കാം. അപ്പോൾ ഇത്ര ഹൈറ്റിൽ പേപ്പർ വെക്കണമെന്നൊന്നുമില്ല, കുറച്ചും കൂടെ ഹൈറ്റിൽ വെച്ചാൽ മതിയാവും. ഞാൻ ചെറിയ ടിന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം വെച്ചതാട്ടോ. ഇനി നമുക്ക് ആ മിക്സിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയും പഞ്ചസാരയും കൂടെ അടിച്ചത് അത് അതിൽ ചേർത്ത് ഇളക്കാം. പിന്നെ നമ്മൾ കാരമൽ ചൂടാറാൻ വെച്ചിരുന്നല്ലോ, അതും ചേർക്കാം. അപ്പോൾ എല്ലാ സംഭവങ്ങളും ചൂടാറിയ ശേഷം മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ബട്ടർ ചൂടാക്കിയതും ചൂടാറണം, കാരമലും ചൂടാറണം. എന്നിട്ട് വേണം മുട്ട ഒഴിച്ചിട്ടൊക്കെ മിക്സ് ചെയ്ത് വെക്കാൻ. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. 180-ൽ 10 മിനിറ്റാണ് ചൂടാക്കി വെക്കേണ്ടത്. അപ്പോൾ താഴത്തെ റോഡ് മാത്രമാണ് ഞാൻ ചൂടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ഇതേപോലെ ഗ്യാസിൽ ബിരിയാണി ചട്ടിയോ എന്തെങ്കിലും വെച്ചിട്ട് 10 മിനിറ്റ് ചൂടാക്കി വെക്കാം. ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാണല്ലോ. ഇനി ഡ്രൈ അതിൽ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തത്. ഗോതമ്പ് പൊടി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മൈദയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേക്ക് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതിൻ്റെയും പകുതി 1/8 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കാം, എന്നിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചാൽ മതി കേട്ടോ, കുറേ പ്രാവശ്യം അരിക്കേണ്ടതെന്ന് ആവശ്യമില്ല. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ മെഷറിംഗ് കപ്പിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ മെഷറിംഗ് സ്പൂണും ഉപയോഗിക്കുക, എന്നാലാണ് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. ഓവർ മിക്സിംഗ് ഒന്നും വേണ്ട, പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിൽ കുറച്ച് നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ചെറുതായി മുറിച്ചിട്ട് അത് ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വാൾനട്ടോ അതല്ലെങ്കിൽ പംകിൻ സീഡ് അങ്ങനത്തെയൊക്കെ ഏത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ ഇതുപോലെ കട്ടിയിലാണ് ഉണ്ടായിരിക്കേണ്ടത് ഈ കേക്ക് കേട്ടോ, കേക്കിൻ്റെ ബാറ്റർ.
ഇനി നമുക്കത് ടിന്നിലേക്ക് മാറ്റാം. അപ്പോൾ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചും കൂടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ അണ്ടിപ്പരിപ്പൊക്കെ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇത് ഓവനിലേക്ക് വെക്കണ പണിയേ ഉള്ളൂ. അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ബിരിയാണി ചട്ടി നേരത്തെ ചൂടാക്കി വെക്കണം ഒരു 10 മിനിറ്റ്, എന്നിട്ട് അതിൽ വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ മിഡിൽ റോയിലല്ല വെക്കുന്നത്, അതിൻ്റെ കുറച്ച് താഴെയുള്ള ഭാഗത്താണ്, ഏറ്റവും താഴെയല്ല കേട്ടോ, മിഡിലിൻ്റെയും ഏറ്റവും താഴേൻ്റെ ഇടയിലുള്ള ഭാഗത്താണ് ഞാൻ ഇപ്പോൾ കേക്ക് വെച്ചത്. 160 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഓവനിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ, ടെമ്പറേച്ചർ ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ ആദ്യം 40 മിനിറ്റ് വെക്കുക. അപ്പോൾ ഞാൻ 40 മിനിറ്റ് വെച്ച് ടൂത്ത് പിക്ക് ഇട്ടിട്ട് കുത്തി നോക്കിയപ്പോൾ അത് ആയിട്ടില്ല, അതിൻ്റെ താഴെ കുറച്ച് മാവ് ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏത് അവനിൽ വെക്കുകയാണെങ്കിലും 40 മിനിറ്റ് വെച്ച ശേഷം പിന്നെ 10 മിനിറ്റ് വെച്ചാൽ മതി. ഒന്നിച്ചിട്ട് 50-55 മിനിറ്റ് ഒന്നും വെക്കരുത് കേട്ടോ, പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോകും. അതേപോലെ ഗ്യാസിലാണെങ്കിലും 40 മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നാൽ മതി. അതിൻ്റെ മുന്നേ ഇടയ്ക്ക് തുറന്നു കഴിഞ്ഞാൽ അത് കേക്ക് പൊങ്ങി വരില്ല. ഇപ്പോൾ 10 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കറക്റ്റാണ്. അപ്പോൾ 50 മിനിറ്റ് ടൈമിലാണ് ഇത് കേക്ക് ആയത്. ഇനി അതൊന്ന് ചൂടാറാൻ വെക്കാം, കുറച്ച് സമയം ചൂടാറിയ ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ കേക്ക് ചൂടാറിയിട്ടുണ്ട്. നല്ലോണം ആറി തണുക്കണ വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, ഇളം ചൂടോടെ തന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് കമിഴ്ത്തി എടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അടർന്ന് വീഴുന്നുണ്ട്. ഇനി അതിൻ്റെ പേപ്പറുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആ കളറും എല്ലായിടത്തും ഒരേപോലെ വന്നിട്ടുണ്ട് കളർ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പ്ലം കേക്ക് വേണ്ടത്. താഴെ കരിഞ്ഞുകൊണ്ട് മുകളിൽ കരിഞ്ഞിട്ട് ഇടയിൽ വേറെ കളർ അങ്ങനെ പാടില്ല. ഇങ്ങനെ മൊത്തത്തിൽ ഒരേപോലെ വരണം. അപ്പോൾ ഇതേ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, താഴെ സെയിം കളർ തന്നെയാണ്, നല്ല സോഫ്റ്റുമാണ്. ബേക്കറിയിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെ പ്ലം കേക്ക് വാങ്ങിക്കുമ്പോൾ അതിൽ എന്തായാലും ആൽക്കഹോൾ ഉണ്ടാവും, റമ്മോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സോക്ക് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കുക. അതല്ലെങ്കിൽ അതിൻ്റെയൊക്കെ എസെൻസ് ചേർത്തിട്ട് അവർ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കഴിക്കാൻ പറ്റും, ആൽക്കഹോളൊന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ കേക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.